അവർ പ്രധാന കേന്ദ്രങ്ങൾ അവർ പരിശോധിച്ചതിൽ അവർക്ക് ഇപ്പോഴത്തെ റിസൾട്ട് പ്രകാരം തന്നെ 40,000 മേലോട്ടുള്ള സ്ഥലങ്ങൾ തന്നെ ഏതാണ്ട് 20 അടുപ്പിച്ച് വരികയാണ്. 30,000 മേലോട്ടുള്ള സ്ഥലങ്ങൾ വീണ്ടും 30,000 അതിനടുപ്പിച്ചൊക്കെ വരുന്നത് വീണ്ടും ഒരു 20 വരികയാണ്. അപ്പോൾ ഒരു 40 മണ്ഡലങ്ങളിൽ അവർക്ക് കട്ട ത്രികോണ മത്സരം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയും കൂടെ ആശ്രയിച്ചായിരിക്കും പിന്നെ വോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് LDFന്റെ പിന്നെ മൂന്നാം ഊഴം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അതത്ര അനായാസവുമല്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ ആ ഒരു ട്രെൻഡിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതിന് വലിയ ശ്രമം LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കും. അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മുന്നേറ്റം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ നോക്കുമ്പം UDF 100% വിജയിച്ച മണ്ഡലങ്ങൾ കിടക്കുകയാണ്, ജില്ലകൾ കിടക്കുകയാണ്. വയനാട്, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, ഇവിടെയൊക്കെ 100% നിയമസഭാ സീറ്റുകളും പിന്നെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.